വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ മുഴുവൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുത്താലോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കാൻ വേണ്ടി പോകുന്നുട്ടോ. ആ ചാപ്റ്ററിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള പാഠാണ്. ആ പാഠത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം, ഇവിടെ ഞാനൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന്റെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്? കാരണം അതിന്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ന് വെച്ചാൽ രണ്ട് സൈഡുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെ. അതായത് ഒന്നിന് ഉത്തരം മറ്റൊന്നുള്ള രൂപത്തിലായിരിക്കണം. ഇതിന്റെ രണ്ട് സൈഡുകൾ എന്താ? പെർപെൻഡിക്കുലർ സൈഡുകളാണ്. ഒന്നിന് ഉത്തരം മറ്റൊന്നുള്ള രൂപത്തിലാണ്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡുകൾ ഏതൊക്കെയാണ്? ഈ സൈഡാണ്. ഇവ തമ്മിലാണ് ഒന്നിന് കുത്തനെ മറ്റൊന്നുള്ള രൂപത്തിൽ നിൽക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? നമുക്കറിയാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകൾ ഉണ്ടാവും. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ആ പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളങ്ങൾ എടുക്കുക. ഇവിടെ എന്തൊക്കെയാണ്? 12 സെന്റിമീറ്ററും അതുപോലെ 8 സെന്റിമീറ്റർ ആണ് പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളങ്ങൾ. അതായത് പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളങ്ങൾ തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ പകുതി എടുത്താലും എങ്ങനെ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. 12 × 8 / 2 എന്താണ്? 12 × 8 എന്താണ്? 96. 96 / 2 എന്താണ്? 48 ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ. 48 എന്ത്? ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സൈഡുകളും സെന്റിമീറ്ററിലാണത്. അപ്പൊ ഏരിയയുടെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ചേർക്കണം. ഏരിയയുടെ കൂടെ എന്താ ചേർക്കുക? ഒരു സ്ക്വയർ കൂടെ എക്സ്ട്രാ കൊടുക്കണം. ഇവിടെ 2 സെന്റിമീറ്ററിലാണ്. അപ്പൊ ഏരിയ പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏരിയ എന്താണ്? അതിന് പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്തത് 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇവിടെ ഞാൻ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ ഈ സൈഡും നമ്മൾ എന്താ? ആ പെർപെൻഡിക്കുലർ ആണ്. ഒന്നിന് കുത്തനെ മറ്റൊന്നുള്ള രൂപത്തിലാണ്. അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ് 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്താ? 4 × 3 / 2. പെർപെൻഡിക്കുലർ സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കുക. /2 ചെയ്താൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. 4 × 3 എന്താ? 12. 12 / 2 എന്താണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നോക്കിക്കേ, 2 സെന്റിമീറ്ററിലാണ്. ഏരിയയുടെ കൂടെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ചേർക്കണം അല്ലെ. 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഞാനൊരു സാധാരണ ട്രയാങ്കിൾ തരികയാണ്. ഇതിന്റെ ഒരു സൈഡും ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ല. ഇത് 80 ഡിഗ്രി ആണ്. ഇത് ഒരു 60 ഡിഗ്രി ആണ്. ഇത് ഒരു 40 ഡിഗ്രി ആണ്. ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് രണ്ട് പെർപെൻഡിക്കുലർ സൈഡിന് ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ല. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളിനെ മാത്രമേ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുള്ളൂ. ഇതൊരു സാധാരണ ട്രയാങ്കിൾ ആണ്. ഒരു സാധാരണ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? അതും സിമ്പിൾ ആണ്. അതിന്റെ താഴത്തെ സൈഡ് നോക്കുക. താഴത്തെ സൈഡിൽ നമുക്ക് എന്ത് വിളിക്കാം? ബേസ് എന്ന് വിളിക്കാം, പാദം എന്ന് വിളിക്കാം. അതിന്റെ ബേസിന് നീളം എടുക്കാം. ഇവിടെ ബേസിന് നീളം എത്ര? 12 സെന്റിമീറ്റർ. അതുപോലെ അതിന്റെ ഹൈറ്റ് നോക്കുക. എന്താണ് ഹൈറ്റ്? ബേസിൽ നിന്ന് കുത്തനെ ബേസിന്റെ എതിരെയുള്ള കൂർത്ത ഭാഗം ഉണ്ടല്ലോ, ബേസിൽ നിന്ന് കുത്തനെ, ബേസിൽ നിന്ന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് ബേസിൽ നിന്ന് കുത്തനെ ബേസിന്റെ എതിർമൂലയിലോട്ടൊരു വര വരച്ചാൽ ആ വരയുടെ നീളമാണ് ഹൈറ്റ്. ഇവിടെ ബേസിൽ നിന്ന് നേരെ കുത്തനെ ബേസിന്റെ എതിർമൂലയിലോട്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്താണ്? ഇതാണ്. ഇത് എത്ര സെന്റിമീറ്റർ തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ബേസിന്റെയും ഹൈറ്റിന്റെയും നീളങ്ങൾ എടുക്കുക, എന്നിട്ട് അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ നമുക്ക് സാധാരണ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. 12 × 5 / 2 ചെയ്താൽ മതി. 12 × 5 / 2 എത്രയാണ്? 30 എന്ന് കിട്ടും. 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ അളവുകൾ സെന്റിമീറ്ററിനകത്തുണ്ട്. 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സാധാരണ ട്രയാങ്കിളിന്റെ ഏരിയ. സാധാരണ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ബേസിന്റെയും ഹൈറ്റിന്റെയും നീളങ്ങൾ എടുക്കുക, എന്നിട്ട് അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് /2 അതിന് പകുതി എടുത്താൽ സാധാരണ ട്രയാങ്കിളിന്റെ ഏരിയ ആയി.
അതുപോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പകുതി എടുക്കുക. ഇവിടെ ബേസുമായിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പകുതി എടുക്കലാണെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പകുതി എടുക്കലാണ്. സിമ്പിൾ ആയിട്ട് ഒരു ചാപ്റ്റർ നിന്ന് പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ മാത്രം നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല. മാർക്ക് കിട്ടുന്ന രീതിയിൽ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾക്ക് ലൈവ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിയുടെ ലൈവ് ആരും മിസ്സാക്കരുത്. ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് മാർക്ക് കിട്ടുമോ ആ രൂപത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടീച്ചർമാരൊക്കെ റെഡിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിലോട്ട് എത്താം. നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ലൈവിൽ കാണാം. ബൈ ബൈ.